ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ പലർക്കും അറിയാം ഞങ്ങളൊരു പുതിയ വീട്ടിലോട്ട് താമസം മാറിയ കാര്യങ്ങൾ. അപ്പോൾ അറിയാമല്ലോ, പഴയ വീട്ടിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം വാരി ഭരിച്ചോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വലിയ പാടാണ്. കാര്യം ഒന്നാമത് രണ്ട് നിലയിലായിരുന്നു. ഒരു വിധത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അടുപ്പിച്ച് വെച്ചു. അപ്പോൾ പുതിയ വീടാകുമ്പോഴത്തേക്ക് കുറേ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം കിടക്കില്ലേ, ഇതെല്ലാം ഒന്ന് ഒതുക്കി പിറക്കി വെക്കാനായിട്ട് തന്നെ കുറച്ച് സമയമെടുത്തു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞ്. പിന്നെ ഓണത്തിൻ്റെ ആ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല, പുതിയ റെസിപ്പി ഒന്നും ചെയ്തില്ല. ആ ഒരു തിരക്ക് കാരണമായിരുന്നു. ഏതായാലും ഓണവും നബിദിനും എല്ലാം കഴിഞ്ഞു അല്ലേ? എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് തൊട്ട് നമ്മുടെ പുതിയ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഒരു റെസിപ്പി നമ്മൾ ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ചിക്കനൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയല്ലോ. ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്തൂരി ചിക്കനാണ്. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ ഈ തന്തൂരി ചിക്കൻ ചെയ്യുന്നത് അടുപ്പെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, അതായത് എണ്ണയുടെ ഉപയോഗം വളരെ കുറച്ചുകൊണ്ട് എങ്ങനെയാണ് ആ തന്തൂരി ചിക്കൻ ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ തന്തൂരി ചിക്കൻ ആവശ്യമുള്ള കോഴി ഒക്കെ മേടിച്ച് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണല്ലോ സാധാരണ തന്തൂരി ചിക്കൻ്റെ ഒരു രീതിക്കൊക്കെ ഇതേപോലെ വരഞ്ഞു വെക്കുന്നത്. അപ്പം ഞാനൊരു 3 കഷ്ണം എടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ മുറിച്ചെടുക്കുക. പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഇതേപോലെ ചാറെടുത്തിട്ട് ആ ചാറിൻ്റെ അകത്തോട്ട് ആ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ എടുത്ത് ഒന്ന് അരച്ചെടുക്കുക. പുതിയ അടുക്കള അല്ലേ, പലരും കണ്ടിട്ടില്ല, എന്നാൽ പുതിയ ആൾക്കാർ കാണാനും ഇരിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചാണ്. ഇതേപോലെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ബേസിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് അങ്ങോട്ട് എടുക്കുക. ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ അളവിൽ, അത്രേ ഉള്ളൂ, ഇത് ഉണ്ടോ, 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കാശ്മീരി മുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. അത് നല്ലൊരു കളറിനൊക്കെ വേണ്ടിയാണ്. നമുക്കിനി അടുത്തായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വേണ്ട, അതിൻ്റെ പകുതി മതി, ഇത്ര മതി. ചെറിയ ജീരകപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി അത് തന്നെ. കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കാസൂരി മേത്തി എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ സ്പൂണിൻ്റെ അകത്ത് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരിങ്ങനെ കൈ കൊണ്ട് തന്നെ എടുത്ത് ഒന്ന് ഞെരടി ഇതേപോലെ ഒന്ന് പിച്ചി കീറി അങ്ങോട്ട് ഇട്ടാലും മതി. ഇതേപോലെ അങ്ങോട്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ കണക്കൂടെ കൂട്ടി വേണം ഉപ്പ് പൊടി ചേർക്കാനായിട്ട്. ഇതേപോലെ ആ ചിക്കന് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരിവിടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തന്തൂരി ചിക്കനുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സാധാരണ ഇതിനൊക്കെ ഇച്ചിരി ഫുഡ് കളറൊക്കെ ചേർക്കും, പക്ഷേ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിന് കാര്യമായിട്ടുള്ള എരിവൊന്നുമില്ല കേട്ടോ. ഞാൻ ഏതായാലും ഇതേപോലെ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാര്യം എരിവെന്ന് പറഞ്ഞ ഐറ്റം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കുരുമുളക് ചേർക്കുന്നത്. എരിവ് അല്പം വേണമെന്ന് തോന്നുന്നവരെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ അതോടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് കീറി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. വരഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം നമ്മളിട്ടതിന് ശേഷം ഈ മസാല ഇതിലോട്ട് തേച്ച് കൊടുക്കും. റെഡ് കളറൊക്കെ ചേർക്കുമ്പോൾ നല്ല കളറായിരിക്കും, നല്ല ചുമന്നിരിക്കും. പക്ഷേ നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല, കളറൊന്നും ഇല്ലാതെ ഈ കാശ്മീരി മുളക് പൊടിയുടെ ആ ഒരു കളർ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഒരു 2-3 മിനിറ്റെങ്കിലും ഇത് ഒന്ന് ഇളക്കി ഈ മസാലയൊക്കെ ഇതൊന്ന് പിടിക്കണം. അത്ര സമയമെങ്കിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാര്യം അരച്ച് വെച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെ അകത്തും ഒന്ന് മസാലയുണ്ട്, കൈ കൊണ്ട് തന്നെ ഒന്ന് തേച്ച് ഇതിനകത്തോട്ടൊന്ന് കയറട്ടെ. ഇതേപോലെ അപ്പം നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിക്ക് മസാലയൊക്കെ കൂടെ തേച്ച് പിടിപ്പിക്കുക.
ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജ് വെക്കണം. ഫ്രീസറിനകത്ത് വെക്കല്ലേ, ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച ശേഷം വേണം എടുക്കാൻ. അത്ര സമയം ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പം 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കെടുക്കാം. അടച്ച് വെക്കാം, അടിക്കട്ടെ. ഇപ്പം ഏകദേശം ഒരു 2 മണിക്കൂറായി നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുകയായിരുന്നു. അതിങ്ങോട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ടേബിളിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് റെഡിയാക്കുന്ന ഐറ്റം കൂടെ എടുക്കണ്ടേ. ഇതാ സാധനം അവിടെ എടുക്കാം. ഇത് നിങ്ങൾ പലരും കണ്ടു കാണും. ഇത് നമുക്ക് കെയർ താമസത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്താണ് അത് റെഡിയാക്കേണ്ടത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങളിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു പരിചയക്കുറവുണ്ട്. എന്നാലും നോക്കട്ടെ ഇത് എങ്ങനെയൊക്കെയാണ് സംഭവം റെഡിയാക്കുന്നത് നോക്കാം. അന്ന് കെയർ താമസത്തിന് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം നോക്കിയിട്ട് നമ്മളൊന്ന് വെച്ചതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ശരിക്കുമുള്ള ഉപയോഗ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. നമുക്ക് ഇവിടോട്ട് വെക്കാം. ഇതിനകത്ത് ഓരോന്ന് ചെയ്യുന്നതിൻ്റെ സമയങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഡിഗ്രി സെൽഷ്യസും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. മീനും ബീഫിനും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. അതനുസരിച്ച് നമുക്കങ്ങ് ചെയ്താൽ മതി. ഒരു പക്ഷേ ഇത് അറിയാൻ പറ്റവർക്ക് വേണ്ടിയാണ് പറഞ്ഞു കേട്ടോ. ഇത് എന്നോട് പലരും പറഞ്ഞു തന്നതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നോട് പറഞ്ഞു തന്നവർ ഇതിനകത്ത് ഓയിലൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയും. ഞാനിപ്പോൾ ഓയിലൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ നോക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇതൊരു ട്രേ ഉണ്ട്. ആ ട്രേക്കകത്തോട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഏതായാലും പുതിയ ടെക്നോളജി വന്നേ പിന്നെ ഇതൊക്കെ എളുപ്പമായി. ഇനി നമുക്ക് ഈ മസാല തേച്ച് വെച്ചിരിക്കുന്ന കൈ ട്രേക്കകത്തോട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഇങ്ങോട്ട് ഇതേ രീതിയിലോട്ട് വെക്കാം. ഇതുകൂടെ അങ്ങോട്ട് വെക്കാം. കറക്റ്റ് ഒരു 3 പീസ് വെക്കത്തക്ക രീതിയിലുള്ള ഒരു വലിപ്പം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ട്രേ അങ്ങോട്ട് അടച്ചു പോകും. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തന്നെ അങ്ങോട്ട് ഓണാക്കി വെക്കുക. ഇതിനകത്ത് 200 ഡിഗ്രിയിൽ വെക്കണമെന്നാണ് പറഞ്ഞ് 200 ഡിഗ്രിയിൽ നമുക്ക് അങ്ങോട്ട് വെക്കാം. ഇതിപ്പോൾ 200 ഡിഗ്രി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെഡിയാകാൻ ഒരു ഭാഗം ഒന്ന് റെഡിയാകാൻ ഏകദേശം ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഇപ്പം തന്നെ നല്ലൊരു പവറൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. ശബ്ദമൊക്കെ കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം വേണം തുറന്ന് നോക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നമ്മുടെയുള്ള രീതിയിലാണ് ഈ തന്തൂരി ചിക്കൻ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു ഐറ്റത്തിൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് ചെയ്തത് കേട്ടോ. അതെങ്ങനാവുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. കറക്റ്റ് 15 മിനിറ്റിലേക്ക് നമ്മൾ വെച്ചിരുന്നത് 15 മിനിറ്റ് ആയപ്പോൾ ഒന്ന് ടക്കെന്ന് ഒരു ശബ്ദത്തോടെ നിന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കാം എവിടം വരെ ആയെന്ന്. ആദ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഏതായാലും റെഡിയായി നോക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ കവറൊക്കെ നല്ല ചൂടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പിടിക്കത്തക്ക രീതിയിലുള്ള ചൂടേ ഉള്ളൂ. നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഭാഗമേ റെഡി ആയിട്ടുള്ളൂ. ഇനി മറുഭാഗം കൂടെ നമുക്ക് തിരിച്ചിട്ട് ഇതേപോലെ തന്നെ റെഡിയാക്കിയെടുക്കണം. എനിക്ക് സത്യത്തിൽ അത്ഭുതമായിപ്പോയി. കാരണം വളരെ ഈസിയായിട്ട് പെട്ടെന്ന് ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ നല്ല ക്ലിയറായിട്ട് അടുപ്പ് കത്തിക്കാതെ തന്നെ റെഡിയാക്കിയെടുക്കാം. ഇതിൻ്റെ അകത്ത് എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ടെന്നാണ് പറയുന്നത്. എന്നാലും ഒരല്പം ഓയിൽ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് തിങ്ങനെ തൂത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ടത് ഇതേപോലെ. ഇപ്പോൾ കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഒരു കോട്ടിങ്ങിന് വേണ്ടി ഇതേപോലെ തൂത്ത് കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞത്. കാര്യം ഒരുപാട് എണ്ണ കൂടിക്കഴിഞ്ഞാൽ പുക പോലെ വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മാത്രമാണ്. ഇനി ഇത് തിരിച്ചൊന്നിട്ട് കൊടുക്കുക. ഇനി ഈ ഭാഗം കൂടാണ് റെഡി ആവേണ്ടത്. ഇത് ചൂടുണ്ട്. ചിക്കനൊക്കെ മറിച്ചിടുമ്പോഴത്തേക്ക് ഇതേപോലെ ഉള്ള ഒരു ഐറ്റം നമ്മുടെ കൈ കരുതണം കേട്ടോ. എന്നാൽ മാത്രമേ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ കൈ പൊള്ളും. ഇപ്പോൾ എൻ്റെ കൈ പൊള്ളിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച്. ഇനി നമുക്ക് നേരത്തെ വെച്ച പോലെ തന്നെ മറുഭാഗം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം അതേപോലെ തന്നെ 15 മിനിറ്റ് ഇങ്ങോട്ടൊന്ന് വെക്കാം.
ഒരു 15 മിനിറ്റിന് വെക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ ഇരുന്നൂറെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി മറുഭാഗവും അതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 30 മിനിറ്റാണ് ടോട്ടൽ നമ്മൾ സമയം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 15 മിനിറ്റോടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം ടെക്നിക്ക് അടിച്ചുകൊണ്ടിരിക്കുക. ആ ശബ്ദം നിന്നിട്ട് വേണം തുറന്നേക്കാൻ. അപ്പോൾ വിജയകരമായി 30 മിനിറ്റ് പൂർത്തിയാക്കി ഈ വിഷയം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഐറ്റം ചെയ്യുന്നത്. അതായത് ഇതേപോലത്തെ രീതി ചെയ്യുന്നത്. സാധാരണ നമ്മൾ അടുപ്പ് കത്തിച്ചോ അല്ലെങ്കിൽ ഗ്യാസ് ഓണാക്കി അങ്ങനെയൊക്കെയാണല്ലോ പാചകം ചെയ്യുന്നത്. ഇനി ഇങ്ങനെയുള്ള ഐറ്റത്തെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അല്ലേ, നമ്മുടെ തന്തൂരി ഇതിൻ്റെ അകത്ത് കിടക്കുക. ഈ പാനിലെ പിടിച്ച് തുറന്ന് നോക്കാം. ഇത് കറക്റ്റ് അല്ല, അടിപൊളിയായിട്ട് കിട്ടിയല്ലോ. നല്ല ചൂടുണ്ട് കേട്ടോ. ഏത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഇതേപോലൊക്കെ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിന് ഭംഗി കൂടും. കണ്ടോ, 2 ഭാഗം നല്ല ക്ലിയറായിട്ട് അത് റെഡി ആയിട്ടുണ്ട്. സാധാരണ തന്തൂരിയൊക്കെ ഇത് നമുക്കറിയാമല്ലോ, ഗ്രില്ല് ചെയ്ത് അടി കനലൊക്കെ ഇട്ട് ആ കനലയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ആ മെഷീൻ്റെ അകത്ത് വെച്ചാൽ നമുക്ക് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ ഇതേ രീതിയിലൊക്കെ ചിക്കൻ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഷംലാക്ക് പിന്നെ ചിക്കൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഷംലയുടെ അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമില്ല, കാര്യം കഴിക്കത്തില്ല. എൻ്റെ പിള്ളേർക്കൊക്കെ ഇഷ്ടം കേട്ടോ. അവരൊക്കെ മിക്കപ്പോഴും ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കും. ഇനി ഹോട്ടലിൽ നിന്നൊന്നും പോയി മേടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ എനിക്ക് മീനൊക്കെ വറക്കാമല്ലോ. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ മീനും ഒക്കെ റെഡിയാക്കാം. മീനൊക്കെ വറക്കാമല്ലോ. ഇവരാണെങ്കിൽ ഇത് കിട്ടിയാൽ നമുക്ക് വളരെ ഒരു ഉപകാരമായി കേട്ടോ. അപ്പം നമുക്ക് വെന്തോന്നൊക്കെ നോക്കണ്ടേ. നല്ലപോലെ വെന്തിട്ടുണ്ട്. തന്തൂരി ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ല വേണ്ട. എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. നല്ല വെന്തിട്ടുണ്ടല്ലോ. അപ്പം തന്തൂരി ചിക്കൻ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലത്തെ സാധനം ഉണ്ടെങ്കിൽ അല്ല പിന്നെ ഗ്രില്ല് വെച്ച് ഒക്കെ റെഡിയാക്കണം. ഏതായാലും നല്ല രുചികരമുണ്ട്, നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ്. ഇനി ഒരു കാര്യം കൂടെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.